ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിമനോഹരമായിട്ടുള്ള ഗാർഡൻ ടൂറാണ്. ഇത് വന്നിട്ട് വയനാട്ടിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്ന ഷിബു ജോസ് സാറിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാർഡനാണ്. വളരെ ക്രിയേറ്റീവായിട്ടാണ് സാർ ഇത് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇന്ന് ഇതിൻ്റെ വിശേഷങ്ങളെല്ലാം കാണാം. ഈ ഗാർഡൻ ടൂറിൻ്റെ വീഡിയോ പാർട്ട് 1 പാർട്ട് 2 ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അത്രമേൽ കാണാനുണ്ട്. ഈ ഒരു ഗാർഡൻ വളരെ മനോഹരമായിട്ടും വളരെ അടുക്കും ചിട്ടയോടും കൂടി നല്ല രീതിയിലാണ് ഈ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഹായ്, ഞാൻ സല്ലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും ഞാനിടുന്ന വീഡിയോസിൻ്റെ കിട്ടുകയുള്ളൂ. ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേറ്റ് കടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് പ്ലാന്റ്സ് കാണാൻ സാധിക്കും. ഇരുവശങ്ങളിലായിട്ടും ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ട് ടർട്ടിൽ വൈന്, അതുപോലെ തന്നെ സ്പൈഡർ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഷിബു സാർ ഗാർഡനിങ് ഒരു പാഷനായിട്ട് തന്നെ എടുത്തിരിക്കുന്ന ഒരാളാണ്. വളരെ നല്ല രീതിയിലാണ് ഗാർഡൻ പരിപാലിച്ചു പോകുന്നത്. ഈ കാണുന്ന ക്രീപ്പിംഗ് പ്ലാന്റിൻ്റെ പേരാണ് തുംബർജിയ മിസോറൻസിസ്. നല്ല വിശാലമായിട്ട് മുറ്റമൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും വെക്കാൻ പറ്റുന്ന നല്ലൊരു ക്രീപ്പിംഗ് പ്ലാന്റാണിത്. ഞാൻ ആദ്യമായിട്ട് കണ്ടത് ഗവിയിൽ നമ്മൾ പോയ സമയത്താണ് ഈ ഒരു പ്ലാന്റ് കാണാനിടയായത്. വളരെ മനോഹരമാണ്. ഇതിൻ്റെ ആ ഒരു ഫ്ലവേഴ്സ് വന്നിട്ട് റിവേഴ്സായിട്ടാണ് കിടക്കുന്നത്. നിങ്ങളുടെ സ്ഥലത്തെ ഈ ഒരു ക്രീപ്പിംഗ് പ്ലാന്റിൻ്റെ പേരെന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക മറക്കരുത്. ഇത് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ടെറാക്കോട്ടയിൽ ടർട്ടിൽ വൈനാണ് പ്ലാന്റ്സ് ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്. ഇതിൽ സ്പൈഡർ പ്ലാന്റ്സ് ഉണ്ട്, അതുപോലെ മോൺസ്റ്റർ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഹാങ്ങിങ്ങിലുള്ള വാൻഡ്രിങ് ജൂ ഒക്കെ വളരെ ഭംഗിയായിട്ടാണ് കാണുന്നത്. നല്ല റെഡിഷ് കളറിൽ ആദ്യം കാണുന്ന ഹാങ്ങിങ് പ്ലാന്റിൻ്റെ പേരാണ് ക്യൂരിയോ റേഡിക്കൻസ് അല്ലെങ്കിൽ സ്ട്രിങ് ഓഫ് ബനാനാസ് എന്ന് പറയുന്നത്. ഇതൊരു സെക്കുലൻറ്റ് ഹൗസ് പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ ബാക്കി കാണുന്ന പ്ലാന്റ്സ് എല്ലാം സ്ട്രിങ് ഓഫ് പേൾസ് ആണ്. ഇതിൽ മോർണിംഗ് ഒരു 4 hours എങ്കിലും ഡയറക്റ്റ് സൺലൈറ്റ് വേണം. അതുപോലെ തന്നെ മോർണിംഗ് സൺലൈറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇൻഡയറക്റ്റ് സൺലൈറ്റാണ് ഈ ഒരു പ്ലാന്റ് കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത്. വളരെ ഭംഗിയുള്ള ചെറിയ ചെറിയ പേൾസ് താഴേക്ക് ഹാങ് ചെയ്ത് കിടക്കുന്ന രീതിയിൽ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ നഴ്സറിയിൽ നമ്മൾ ഈ ഒരു പ്ലാന്റ് വാങ്ങിക്കാൻ ചെന്നാലും നല്ല കോസ്റ്റ്ലിയാണ്. ഈ 2 പ്ലാന്റ്സും കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നമ്മുടെ സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ ഷിബു സാറിൻ്റെ പ്ലാന്റ്സിൻ്റെ സെയിലിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ സാറിൻ്റെ ഇൻസ്റ്റഗ്രാം പേജും അതുപോലെ ഫേസ്ബുക്ക് പേജും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. താല്പര്യമുള്ളവർക്ക് കാണാം. ഈ കാണുന്ന ഹാങ്ങിങ് പ്ലാന്റിൻ്റെ പേരാണ് ബ്യൂറോസ് ടെയിൽ അല്ലെങ്കിൽ ഡോങ്കി ടെയിൽ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇതൊരു സെക്കുലൻറ്റ് വെറൈറ്റിയിലുള്ള ഒരു പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓരോ സ്ട്രിങ്ങിൽ കാണുന്ന ലീവ്സും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. എങ്കിലും വളരെ നല്ലപോലെ കെയർ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോകുന്ന ഒരു പ്ലാന്റും കൂടെയാണ്. ഇത് ഒരു സെക്കുലൻറ്റ് പ്ലാന്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാന്റിന് വളരെ കുറച്ച് വാട്ടറിങ് മാത്രമേ ആവശ്യമുള്ളൂ. കൂടുതൽ എക്സസൈസായിട്ട് വാട്ടറിങ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ സ്റ്റെമ്മെല്ലാം ചീത്തയായി പോകുന്നതാണ്. വളരെ സൂക്ഷിച്ച് വേണം ഈ ഒരു പ്ലാന്റ് കെയർ ചെയ്യാനായിട്ട്. ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഈ ഒരു പ്ലാന്റിൻ്റെ പേര് ചോദിച്ചിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് കമൻറ്റ്സ് വന്നു. ശരിക്കും ഇതിൻ്റെ പേര് വന്നിട്ട് സെൻട്രഡീനിയ എന്നാണ്. ഇത് നല്ല ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ ഇത് നല്ല രീതിയിൽ പ്രൂൺ ചെയ്തെടുക്കണം. വാട്ടറിങ് നല്ലതുപോലെ വേണം. പിന്നെ അതുപോലെ തന്നെ ഇയർലി 2 മാത്രം മതി ഫെർട്ടിലൈസറായിട്ട് കൊടുക്കാനായിട്ട്. സാറിൻ്റെ ഗാർഡനിലെ നൈറ്റ് വ്യൂ ഒന്ന് കണ്ടു നോക്കാം.
അതുപോലെ സാറിൻ്റെ വൈഫാണെങ്കിലും അമ്മയാണെങ്കിലും 2 കുട്ടികളാണുള്ളത്. പക്ഷേ എല്ലാവരും കൂടെ ചേർന്നാണ് ഇവിടുത്തെ ഓരോ ചെടികളെയും പരിപാലിക്കുന്നത്. മക്കൾക്കാണെങ്കിൽ പോലും ചെടികളോട് വളരെയേറെ താല്പര്യവും അവർ എല്ലാ കാര്യങ്ങളിലും സഹായിക്കാനും കൂടെ ഒപ്പമുണ്ട്. ഷിബു സാറിന് ചെടികളോടുള്ള താല്പര്യം കൂടുതലായിട്ടുണ്ടാവാനുള്ള മെയിൻ കാരണം സാറിൻ്റെ അപ്പച്ചൻ ചെടികളെ പരിപാലിക്കുന്നത് കണ്ടിട്ടാണ്. അപ്പച്ചൻ ഇപ്പം മരിച്ചുപോയി. 20 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരുപാട് ചെടികൾ വീട്ടിലുണ്ടായിരുന്നു. അതെല്ലാം കണ്ട് ഒക്കെയാണ് സാറിന് ചെടികളോടുള്ളൊരു ഇഷ്ടം തുടങ്ങിയത്. ഇന്ന് നോക്കുവാണെങ്കിൽ 2.5 കൊല്ലമായതേ ഉള്ളൂ ഈ ഒരു വീട് വെച്ചിട്ട്. ഈ കാണുന്ന ചെടികളെല്ലാം തന്നെ ഈ 2.5 കൊല്ലത്തിൻ്റെ അകത്ത് സാറ് പരിപാലിച്ചു പോകുന്ന ചെടികളാണിതെല്ലാം. ഇവിടുത്തെ ഗാർഡനിൽ ഏറ്റവും കൂടുതൽ ഹാങ്ങിങ് പ്ലാന്റ്സും അതുപോലെ തന്നെ ഇലച്ചെടികളുമാണ് കൂടുതലായിട്ടുള്ളത്. കാരണം സാറ് പറയുന്നത് സാറിന് പച്ചപ്പിനോടുള്ള ഒരു ഇഷ്ടവും ഒക്കെ കൊണ്ടാണ് ഇലകളിൽ കാണുന്ന വേരിയേഷൻസും പല കളേഴ്സും ഒക്കെയാണ് സാറിന് ഇലച്ചെടികൾ കൂടുതലായിട്ട് കളക്ട് ചെയ്യാനായിട്ട് ഇഷ്ടം. അതുപോലെ തന്നെ പൂക്കളുള്ള ചെടികളുമുണ്ട്. ബൊഗൈൻവില്ല ആണെങ്കിലും അല്ലെങ്കിൽ ബാൾസം ആണെങ്കിലും ഒക്കെ നട്ടിട്ടുണ്ട്. എന്നാലും കൂടുതലായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഫോളിയേജ് പ്ലാന്റ്സും അതുപോലെ ഹാങ്ങിങ് പ്ലാന്റ്സുമാണ് ഇവിടെ ധാരാളമായിട്ട് കാണാൻ സാധിക്കുന്നത്. സാറ് നല്ലൊരു കർഷകനും അതുപോലെ തന്നെ നല്ലൊരു ബിസിനസ്സുകാരനും കൂടെയാണ്. അതുകൊണ്ട് തന്നെ തോട്ടത്തിൽ ഒരുപാട് കൃഷികളും കാര്യങ്ങളും സാറ് നോക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടുത്തെ പോട്ടിംഗ് മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. സാറിൻ്റെ തോട്ടത്തിലുള്ള മണ്ണാണ് സാർ എടുക്കുന്നത്. ഇലകളെല്ലാം പൊഴിഞ്ഞു വീണ് നല്ല ഒരു വളക്കൂറുള്ള മണ്ണാണ് ഇവിടുത്തെ ഓരോ ചെടികൾക്ക് വേണ്ടി എടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ ചാണകപ്പൊടിയും മണലും കൂടെ ചേർത്തിട്ടാണ് ഓരോ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്നത്. ഇപ്പോൾ സെക്കുലൻസ് ഒക്കെ എടുക്കുവാണെങ്കിൽ വെള്ളം വാർന്നു പോകാനായിട്ട് അതിൽ ഒരിക്കലും സെക്കുലൻസിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് വന്നു കഴിഞ്ഞാൽ പിന്നെ ചെടികൾ പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്നത് കാണാം. അതുകൊണ്ട് തന്നെ വെള്ളം വാർന്നു പോകാൻ ഉതകുന്ന രീതിയിലുള്ള പോട്ടിംഗ് മിക്സാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ പെർലൈറ്റും കൂടെ ചേർക്കാറുണ്ട്. അതുപോലെ തന്നെ എല്ലാ ചെടികൾക്കും ഒരേ രീതിയിലല്ല വളം കൊടുക്കുന്നത്. അപ്പം ഒരുപാട് വളം വേണ്ട ചെടികൾക്കാണെങ്കിലും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ഒക്കെ ചേർത്തിട്ടാണ് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്നത്. ഓരോ ചെടികൾക്കും വെള്ളം ഒഴിക്കുന്നതിലും പോലും നമുക്കറിയാം വ്യത്യസ്തമായ രീതിയിലാണ്. ചില സെക്കുലൻസ് ആണെങ്കിലും ആഴ്ചയിൽ ഒരിക്കൽ ഒഴിച്ചാൽ മതിയാകും. എന്നാൽ വേറെ കുറേ ചെടികൾക്ക് എല്ലാ ദിവസവും വെള്ളം ഒഴിക്കേണ്ട ചെടികളുണ്ട്. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ടാണ് സാറ് ചെടികളെ പരിപാലിക്കുന്നത്. NPK വന്നിട്ട് സാറ് ഇടയ്ക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് ചെടികൾക്കൊക്കെ. അതുപോലെ തന്നെ ഹാങ്ങിങ് പ്ലാന്റ്സിന് വന്നിട്ട് ചാണകവും കടലപ്പിണ്ണാക്കും പുളിപ്പിച്ചത് കൊടുക്കാറുണ്ട്. അത് എല്ലാ ചെടികൾക്കും കൊടുക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ടേർട്ടിൽ വൈൻ പോലുള്ള ചെടികൾക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ല ഒരു റിസൾട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഫംഗിസൈഡ് അത്യാവശ്യമായ ഘട്ടത്തിൽ സാറ് ഫംഗിസൈഡിൻ്റെ ഏതാണോ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് അത് ചെയ്യാറുണ്ട്. ഈ കാണുന്ന പ്ലാന്റ്സിൻ്റെ പേര് എല്ലാവർക്കും അറിയാവുന്നതാണ്, അലോക്കേഷ്യ. അതുപോലെ തന്നെ എലിഫൻ്റ് ഇയേഴ്സ് പ്ലാന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു നല്ല കളക്ഷൻസ് എൻ്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ സാറിൻ്റെ കയ്യിൽ ഇപ്പം ഏറ്റവും കൂടുതൽ കളക്ഷൻസ് വന്നിരിക്കുന്നത് ഫിലോഡെൻഡ്രോണിൻ്റെ ഒരുപാട് കളക്ഷൻസ് സാറിൻ്റെ കയ്യിലുണ്ട്. അതുപോലെ സെക്കുലൻസ് ഹാങ്ങിങ് അല്ലാത്തതും സാറിൻ്റെ കയ്യിലുണ്ട്. ഹാങ്ങിങ് ആയിട്ടുള്ള ഒരുപാട് സെക്കുലൻറ്റ് പ്ലാന്റ്സ് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ സെൻസവേരിയയുടെ ഒരുപാട് പല ഡിഫറെൻറ്റ് വെറൈറ്റീസിലുള്ള കളക്ഷൻസ് കാണാൻ സാധിക്കും. മോൺസ്റ്റർ പ്ലാന്റ്, അതുപോലെ തന്നെ ഫോളിയേജ് ആന്തൂറിയം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കളക്ഷൻസ് സാർ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്.
ഇപ്പം നമുക്ക് ചെടികളോട് ഒരു ഇഷ്ടം തോന്നിയാൽ അതിനെ നമ്മൾ വാങ്ങിച്ച് വെറുതെ വീട്ടിൽ കൊണ്ട് വെച്ച് അതിനെ വളവും വെള്ളവും ഒക്കെ നമ്മൾ കൊടുത്തിട്ടും കാര്യമില്ല. അതിനോടുള്ളൊരു സ്നേഹം തോന്നണം, അതിനെ കെയർ ചെയ്യുന്ന രീതി. അത് തീർച്ചയായിട്ടും നമുക്ക് ഓരോ പ്ലാന്റ്സിലും ഇവിടെ കാണാൻ സാധിക്കും. ഈ കാണുന്ന ഫ്ലവറിങ് പ്ലാന്റിൻ്റെ പേരാണ് ജെറേനിയം. എല്ലാവർക്കും അറിയാവുന്നതാണ്. അത്ര നല്ല ഭംഗിയാണ്. ഇതിൻ്റെ പൂക്കൾ നല്ല അടുക്കായിട്ടാണ് വരുന്നത്. പല കളേഴ്സിൽ അവൈലബിൾ ആണ്. ഏകദേശം 422 സ്പീഷീസിലാണ് ഈ പ്ലാന്റ് ഉള്ളത്. ഫിലോഡെൻഡ്രോൺ ബർക്കിംഗ് എന്നുള്ള ഒരു പ്ലാന്റാണ് ഈ കാണുന്നത്. ഇതിലാണ് ഗ്രീൻ ലീഫിൻ്റെ അകത്ത് വൈറ്റ് വേരിയേഷൻസ് ആണ് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ഈ ഒരു സൈഡിൽ കംപ്ലീറ്റ് ആയിട്ട് സർ വെച്ചിരിക്കുന്നത് ഫിലോഡെൻഡ്രോൺ ആണ്. ഫിലോഡെൻഡ്രോണിൻ്റെ റെഡ് എംറാൾഡ് ഉണ്ട്, ട്രീ ഫിലോഡെൻഡ്രോൺ ഉണ്ട്. അങ്ങനെ പല ടൈപ്പിലുള്ള പ്ലാന്റ്സ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഒരു നല്ല കളക്ഷൻ സാറിൻ്റെ കയ്യിലുണ്ട്. സാറ് പലപ്പോഴും പല സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത്, പുറത്ത് രാജ്യങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ ഇവിടെ തന്നെ ആണെങ്കിലും പുറത്തെല്ലാം പോകുന്ന സമയത്ത് എവിടെയെല്ലാം ചെടികൾ കാണുമോ അവിടെ നിന്നെല്ലാം കളക്ട് ചെയ്യാറുണ്ട്. അതുപോലെ ഫ്രണ്ട്സും റിലേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്നും ഒക്കെ പ്ലാന്റ്സ് കളക്ട് ചെയ്തിട്ടാണ് ഈ 2.5 കൊല്ലത്തിനിടയിൽ ഇത്രയും ചെടികൾ വളർത്തിയെടുത്തത്. ഇത് എനിക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. സ്ട്രിങ് ഓഫ് ഡോൾഫിൻസ് അല്ലെങ്കിൽ ക്യൂരിയോ റേഡിക്കൻസ് എന്നൊക്കെ അറിയപ്പെടുന്ന വളരെ ഭംഗിയുള്ളൊരു ഹാങ്ങിങ് സെക്കുലൻറ്റ് പ്ലാന്റ്സ് ആണ്. അതുപോലെ തന്നെ ഈ കാണുന്നത് നമ്മൾ നേരത്തെ കണ്ട് ജെറേനിയമിൻ്റെ വേറെ ഒരു പ്ലാന്റാണ്. ഇത് ശരിക്കും പൂക്കൾ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനെ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്യുക. വളരെ ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്ന ഗ്രൗണ്ട് ഓർക്കിഡുകളാണ് ഈ കാണുന്നതെല്ലാം. ഇത് ട്രൈ കളേഴ്സിലുണ്ട്, ഡബിൾ ഷെയ്ഡ് കളേഴ്സിലൊക്കെ അവൈലബിൾ ആണ്. അപ്പം സാറിൻ്റെ കളക്ഷൻ നമുക്കൊന്ന് നോക്കാം. അതുപോലെ തന്നെ സെപ്റ്റംബർ ടു ഏപ്രിൽ മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇതിൽ പൂക്കളുണ്ടാകുന്നത്. മഴക്കാലം അല്ലെങ്കിൽ നല്ലപോലെ പൂക്കളുണ്ടാകും. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ രീതി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബൾബ് ഉപയോഗിച്ചാണ്, ഗ്രൗണ്ട് ഓർക്കിഡ്സിൻ്റെ ബൾബുകൾ ഉപയോഗിച്ചാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കേണ്ടത്. ഓരോ ബൾബിൽ നിന്നും ഓരോ സ്പൈക്കുകൾ വന്ന് അതിൽ നിന്നാണ് പൂക്കൾ ധാരാളം ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ചെടിയിൽ നടുന്ന സമയത്ത് ഒരുപാട് കൂടി നിൽക്കുന്ന രീതിയിൽ ചെയ്യരുത്. അപ്പോൾ ഫ്ലവറിങ് വളരെ കുറവാകും. അപ്പം ഓരോ ബൾബുകൾ സെപ്പറേറ്റ് ചെയ്ത് നടുവാണെങ്കിൽ ഒരുപാട് പൂക്കൾ വരുന്നത് കാണാൻ സാധിക്കും. ഇത് നമ്മളുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. ധാരാളം പൂക്കളും പല കളേഴ്സിൽ, പല ഷെയ്ഡുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. നല്ല ഡയറക്റ്റ് സൺലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ പൂക്കൾ ഉണ്ടാകത്തുള്ളൂ. ഈ സൈഡിലെല്ലാം തന്നെ ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് ഇട്ടിരിക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഒരു ചെടി പോലും കരിഞ്ഞതോ അല്ലെങ്കിൽ വാടി നിൽക്കുകയോ അല്ലെങ്കിൽ മഞ്ഞ കളറിലുള്ള ഇലകളോ ഒന്നും കാണാൻ സാധിക്കില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ടാങ്കിൾ ഹാർട്ട് പ്ലാന്റ് കാണാം. അതുപോലെ തന്നെ ഈ യെല്ലോ കളറിൽ കാണുന്ന ലാസിമാക്കിയ കൺജസ്റ്റിഫ്ലോറ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. നല്ല യെല്ലോ കളറിലുള്ള പൂക്കളാണ് വരുന്നത്. ഈ ചെടികളുടെയൊക്കെ പേരുകൾ കുറച്ച് പാടാണ് പഠിച്ചെടുക്കാനായിട്ട്, ഇതിൻ്റെ സയൻറ്റിഫിക് നെയിംസും ഒക്കെ. നമുക്കിപ്പം നമ്മുടെ നാട്ടിൽ ഏത് പേരിലാണോ അറിയപ്പെടുന്നത് അതനുസരിച്ച് അതിന് പേര് വിളിക്കുക. ഈ ഒരു പ്ലാന്റിൻ്റെ പേരാണ് സ്പൈഡർ പ്ലാന്റ്, അല്ലെങ്കിൽ തൊട്ടിപ്പുറത്ത് കാണുന്നത് ബോസ്റ്റൺ ഫേൺ. അതുപോലെ ഫിലോഡെൻഡ്രോൺ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അവിടെ ഒരു ചാരുകസേര കിടക്കുന്നുണ്ട്. അവിടെ റിലാക്സ് ചെയ്ത് നമുക്ക് ഇരിക്കാൻ സാധിക്കും, ബുക്സൊക്കെ വായിച്ചുകൊണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തിൻ്റെ നൈറ്റ് വ്യൂ ആണ് ഞാൻ നേരത്തെ കാണിച്ച വീഡിയോ. ഇവിടെ കൂടുതലും ടേർട്ടിൽ വൈൻ ഉണ്ട്. അതുപോലെ സെൻസവേരിയയുടെ നല്ല കളക്ഷൻസ് കാണാൻ സാധിക്കും. ഫിലോഡെൻഡ്രോണിൻ്റെ തന്നെ ഒരുപാട് നല്ല കളക്ഷൻസ് ഇവിടെയുണ്ട്. പോത്തോസ് ഉണ്ട്. അതുപോലെ പഴയ ബോട്ടിൽ, റീസൈക്കിൾ ചെയ്ത ബോട്ടിൽസിൻ്റെ അകത്തും അതുപോലെ ചെറിയ ചെറിയ പ്ലാസ്റ്റിക് ബോക്സിലും ഒക്കെ ആയിട്ട് സാറ് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്.
എല്ലാം നല്ല ക്രിയേറ്റീവായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ആന്തൂറിയം ഫോളിയേജിൻ്റെ ഒരു പ്ലാന്റ് കാണാം. അതുപോലെ തന്നെ ഫിലോഡെൻഡ്രോൻ്റെ പ്ലാന്റ്സ് കാണാൻ സാധിക്കും. സർ അതെല്ലാം നല്ല രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സാറിൻ്റെ കയ്യിൽ ഒരുപാട് കലേഡിയത്തിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പല വേരിയേഷൻസിലുള്ള പ്ലാന്റ്സ് ഇവിടെ കാണാൻ സാധിക്കും. എല്ലാവരും ഇപ്പോൾ കളക്ട് ചെയ്യുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കലേഡിയം. അതുപോലെ തന്നെ പാം കാണാൻ സാധിക്കും. ഇതിൻ്റെയൊക്കെ നടുവിൽ വന്നിരുന്ന ബുക്സ് വായിക്കാനാണെങ്കിലും അല്ലെങ്കിൽ നമുക്കൊന്ന് റിലാക്സ് ചെയ്ത് കിടക്കാനും ഒക്കെ പറ്റിയ ഒരു ഏരിയയാണിത്. ഇതിൽ കാണുന്നത് ഡംകെയിൻസ് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ്. അതിൻ്റെ 2 വെറൈറ്റിയാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ അഗ്ലോണിമ മറിയ എന്ന് പറയുന്ന വെറൈറ്റിയിലുള്ള ഒരു പ്ലാന്റാണ് ഈ കാണുന്നത്. അതിന് ചൈനീസ് എവർഗ്രീൻ എന്നുള്ള ഒരു പേരും കൂടെ ഉണ്ട് അഗ്ലോണിമയ്ക്ക്. നല്ല ഫോളിയേജ് പ്ലാന്റ്സ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് കൂടുതലും നമുക്ക് നഴ്സറിയിൽ നിന്ന് തന്നെ നമുക്ക് വാങ്ങിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്ന് ചെറിയ തണ്ടുകൾ വാങ്ങിച്ച് നമുക്ക് ഇതുപോലെ നല്ലപോലെ വെച്ച് പിടിപ്പിക്കാം. ഇത് വന്നിട്ട് ഫ്ലെയിം വയലറ്റ് എപ്പിസിയ എന്ന് പറയുന്ന പ്ലാന്റാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിന് വന്നിട്ട് ചെറിയ ചെറിയ റെഡ് കളറിലെ പൂക്കൾ കാണാൻ സാധിക്കും. അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്ക് കാണാം. ഇത് ബോസ്റ്റൺ ഫേൺ എല്ലാവർക്കും അറിയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ സെക്കൻഡ് വീഡിയോ വരുന്നുണ്ട്. അതിൽ അതിമനോഹരമായിട്ടുള്ള ഇൻഡോർ കാഴ്ചകളും ഔട്ട്ഡോറിൽ തന്നെ ഇനിയും പ്ലാന്റ്സ് കാണിക്കാനുണ്ട്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.